കർത്താവേ, ഞങ്ങൾക്ക് ഉറപ്പാ, ഞങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. അവിടുന്ന് ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഉറപ്പാ കർത്താവേ, ശത്രു ഞങ്ങളുടെ മുഖത്തെ ലജ്ജിപ്പിപ്പാൻ പല പ്രശ്നങ്ങൾ അവൻ ഒരുക്കിയിട്ടും ഇന്ന് പകലും ഞങ്ങൾ ലജ്ജിച്ചു പോകാതിരുന്നത് ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ടാണ്. അവിടുന്ന് ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പകലിലും നന്ദി കർത്താവേ, നന്ദി, നന്ദി. എല്ലാ ആദരങ്ങളെ ഒന്ന് തുറന്ന് ഈ പ്രാരംഭ നിമിഷങ്ങൾ തന്നെ ആദരങ്ങളെ തുറന്ന് കർത്താവിന് നന്ദി പറയാൻ കഴിയുന്നവർ നന്ദിയപ്പ, 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 നന്ദിയപ്പ. നന്ദി കർത്താവേ, അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഇന്ന് പകലിൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഓരാ ശതലഗടഗടഗ ശതലഗർഭവാദലഗടഗ ശതരാജന. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി യേശുവേ. ഓ ജീസസ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ നിമിഷം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊക്കെ ഓർക്കാൻ കഴിയുന്നവർ മൗനമായിരിക്കാതെ ആദരങ്ങളെ തുറന്ന് ഹല്ലേലൂയ, അവൻ നടത്തിയ വിധങ്ങളെ ഓർത്ത്, നടത്തിയ വഴികളെ ഓർത്ത്, കരുതിയ കരുതലിനെ ഓർത്ത്, ആ സ്നേഹത്തെ ഓർത്ത് ഈ പ്രാരംഭ നിമിഷത്തിൽ തന്നെ ഇന്ന് പകൽ നന്ദി പറയട്ടെ. കർത്താവിന് നന്ദി പറയട്ടെ. നന്ദി യേശുവേ. എല്ലാം അവിടുത്തെ കൃപയാണ്, എല്ലാം അവിടുത്തെ കരുണയാണ്, എല്ലാം അവിടുത്തെ വിശ്വസ്തതയാണ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഓരാ ശതലഗടഗടഗ ശതലാരഗർഥല. ആ നല്ല കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം പ്രിയമുള്ളവരെ. ഓ ജീസസ്, ഇന്ന് ഈ നിമിഷവും ദൈവം നമ്മളെ കൈവിടാത്ത ദൈവമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ നിമിഷവും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, അവൻ്റെ കരുണയുള്ള കരത്താൽ നമ്മളെ താങ്ങുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ പുതിയ വഴികളെ നമുക്ക് വേണ്ടി തുറന്ന് നമ്മളെ കരുതുന്ന ദൈവമാണ്. അവൻ ദുഃഖത്തിൻ്റെ വേളയിൽ നമ്മളെ വിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ല, മറിച്ച് ദുഃഖത്തിന്റെ വേളയിൽ നമ്മോടൊപ്പം നമ്മളെ കൈവിടാതെ, നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിൽ, നമ്മുടെ വേദനകളുടെ നടുവിൽ നമ്മളോടൊപ്പം ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവിനെ ഇന്ന് പകലിലും ഹൃദയം തുറന്നൊന്ന് ആരാധിക്കാൻ. ഓ ജീസസ്, ഓ ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഈ പ്രാരംഭ നിമിഷത്തിൽ തന്നെ ഞാൻ പറയട്ടെ, വഴി അടഞ്ഞവരായിട്ട് ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ജീസസ്, ഹല്ലേലൂയ, നമ്മുടെ ദൈവം പുതിയ വഴിയെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖത്തിന്റെ വേളയിൽ നമ്മളെ വിട്ട് മാറുന്നൊരു ദൈവമല്ല, മറിച്ച് ദുഃഖത്തിന്റെ വേളയിൽ നമ്മളെ കൈവിടാത്തൊരു നല്ല കർത്താവ്. ഇന്നും പകൽ ഞാൻ ഈ പ്രാരംഭ നിമിഷത്തിൽ തന്നെ ആത്മാവിൽ പറയട്ടെ, വഴി അടഞ്ഞവരായിട്ട് ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു, പുതിയ വഴിയെ ഇന്ന് പകൽ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കൂ. ഓ ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. കരുണയിൻ കരത്താൽ നീ താങ്ങുന്നവൻ, പുതുവഴി ഒരുക്കി നീ കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ നീ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും താങ്ങുന്നവൻ, കരുണയിൻ കരത്താൽ നീ താങ്ങുന്നവൻ, പുതുവഴി ഒരുക്കി നീ കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ നീ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും താങ്ങുന്നവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പുതിയ
വഴികളെ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കുകയാണ്. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ദൈവജനം ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനേ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയിൻ കരത്താൽ, കരുണയിൻ കരത്താൽ നീ താങ്ങുന്നവൻ, പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ. ദുഃഖത്തിൻ വേളയിൽ, ദുഃഖത്തിൻ വേളയിൽ നീ കൈവിടാത്തവൻ, വീഴാതെ എന്നും താങ്ങുന്നു. പറയാമോ? കരുണയിൻ കരത്താൽ. ഓ കരുണയിൻ കരത്താൽ നീ താങ്ങുന്നവൻ, പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ നീ കൈവിടാത്തവൻ, വീഴാതെ എന്നും താങ്ങുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകലും എന്നെ വീഴാതെ താങ്ങുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. നടത്തിയ വിധങ്ങളെല്ലാം ഒന്ന് ഓർത്ത് കർത്താവിന് നന്ദി പറ. എത്ര സ്തുതിച്ചാൽ മതിയാകും, എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. പകലിൽ ശത്രു മുമ്പിൽ അടച്ചു വെച്ച ചിലതിനെ ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ആരൊക്കെയോ പരിശുദ്ധാത്മാവ കരുണയുള്ള കരത്താൽ താങ്ങുകയാണ്. നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ നീ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിന്നെ താങ്ങുന്നൊരു നല്ല കരം. ഓ ശബ്ദമുയർത്തി ആരാധനയ്ക്ക് യോഗ്യനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങയ്ക്കു തുല്യനായി ആരുമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ. നീയാണെൻ ദൈവം, എൻ പിതാവേ. അങ്ങയ്ക്ക് തുല്യനായി, അങ്ങയ്ക്കു തുല്യനായി ആരുമില്ല. നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ. നീയാണെൻ ദൈവമേ, എൻ പിതാവേ. ഹല്ലേലൂയ. എല്ലാവരും വചനങ്ങളെ തുറന്ന് ഇന്ന് പകലിൽ അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, അവിടുന്ന് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ,
രാജാതിരാജ വിനാരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ ആരാധന, യേശുവിൻ നാമം തീരെല്ലാ നാമത്തിനു മേലായ നാമത്തെ, രാജാതിരാജ ആരാധന, എല്ലാ പ്രശംസയ്ക്കും എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ ആരാധന, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, ആരാധനയ്ക്ക് യോഗ്യനേ. യേശുവേ ആരാധ്യനേ, വാഴ്ത്തിയിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടും. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ആലയം നിറയപ്പെടുകയാണ്. ഓ ദൂതന്മാർ വാഴ്ത്തിയിടും. ആരാധനയ്ക്ക് യോഗ്യൻ യേശുവേ, യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടും. പകലിലും ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ, യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ, ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ. യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടും. ഓ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. രക്ഷാ ദാനമാണേ, ജീവൻ നിൻ യാഗത്താലേ,
രക്ഷ ദാനമാണേ, ജീവൻ നിൻ യാഗത്താലേ ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ ഞാനായതും ആകുന്നതും മറുവിലയായ നാഥൻ. അതുകൊണ്ട് യേശുവേ യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തി. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. അഭിഷേകം പ്രാപിച്ചവരെല്ലാം ഇന്ന് പകൽ അതരങ്ങളെ തുറന്ന് ഓ രാജാതി രാജാവിനെ കർത്താതി കർത്താവിനെ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഓ രാശാദല ഇന്ന് പകൽ ആരേക്കോ ഹൃദയം തുറന്ന് സ്തുതിക്കുമ്പോ ശത്രുവിന്റെ പദ്ധതികൾ ഇന്നും പകലും പൊളിയപ്പെടുകയാണ്. ദുഷ്ടന്റെ പദ്ധതികൾ ഇന്നും പകൽ പൊളിയപ്പെടുകയാണ്. ദൈവമഹത്വം ഇന്ന് പകൽ യേശുവേ യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടും. യേശുവേ യേശുവേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. ഓ രക്ഷ ദാനമാണേ, ജീവൻ യാഗത്താലേ ഓ രക്ഷ ദാനമാണേ, ജീവൻ യാഗത്താലേ. ഞാനായതും ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ ഞാനായതും ഞാനായതും ആകുന്നതും മറുവിലയായ. വേറെ ഒന്നും പറയാനില്ല. ആരാധ്യനേ യേശുവേ യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടും. യേശുവേ യേശുവേ ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടും. അങ്ങേ ആരാധിക്കുന്നു ഞാൻ ആരാധിക്കും. ഓ അങ്ങേ ആരാധിക്കും. ഓ ഞാൻ ആരാധിക്കും. അങ്ങേ അങ്ങേ യേശുവേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ എന്നും. ഓ യേശുവേ നീ പരിശുദ്ധൻ, ഓ പരിശുദ്ധൻ എന്നും. അങ്ങേ ആരാധിക്കും. ഓ ഞാൻ
പരിശുദ്ധൻ പരിശുദ്ധൻ എന്നും. യേശുവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നും. ഓ യേശുവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനത്തിലൊരു വാക്യമുണ്ട്, യഹോവയുടെ നാമത്തിന് തക്ക മഹത്വം കൊടുത്തു. ഇന്ന് പകലിലും കർത്താവിനെ സ്തുതിക്കുമ്പം, കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടേ ആരാധിക്കാവുള്ളൂ. അത് മറ്റൊന്നുമല്ല, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്നൊന്ന് അറിയണം. ഹല്ലേലൂയ. പലരും കൈയടിക്കാതിരിക്കുന്നത് അവരുടെ മുമ്പിലെ പ്രശ്നങ്ങളെ കണ്ടിട്ടാണ്. പലരും സ്തോത്രം പറയാതിരിക്കുന്നത് അവരുടെ മുമ്പിലെ പ്രതികൂലങ്ങളെ കണ്ടിട്ടാണ്. ഇന്ന് പകലും ഞാൻ ആവർത്തിച്ചെപ്പോഴും പറയുന്നത് പോലെ കാരാഗ്രഹത്തിനകത്തും ദൈവത്തിന്റെ മഹത്വത്തെ കണ്ട് ആരാധിച്ചപ്പോ ചെങ്ങലകൾ അഴിഞ്ഞെങ്കിൽ ഇന്നും പകലിലും അത് അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ ഇന്ന് പകൽ ആദരങ്ങളെ തുറന്ന് കർത്താവിനെ സ്തുതിക്കുന്ന നിമിഷങ്ങൾ തന്നെ ശത്രുവിന് എത്ര വലിയ മതിലുകൾ നിന്റെ മുമ്പിൽ വെച്ചാലും ഇന്ന് പകൽ ദൈവ മഹത്വം അതിനെ തകർക്കുന്നതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ആ ദൈവ മഹത്വത്തെ തിരിച്ചറിയുന്നവർ പ്രശ്നത്തിന്റെ മുമ്പിൽ മിണ്ടാതിരിക്കത്തില്ലെന്ന്. അവർക്കറിയാം, ഈ ആരാധന കഴിയുന്നതിന് മുന്നേ അവൻ എന്റെ മുൻപിൽ ശത്രു എത്ര പ്രശ്നങ്ങൾ വെച്ചാലും ഹല്ലേലൂയ 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 സ്തുതിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് പകലിലും ഹല്ലേലൂയ ഹല്ലേലൂയ. അത് കർത്താവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞവർ എവിടെ കൊണ്ടിട്ടാലും അവർ കർത്താവിനെ സ്തുതിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എവിടെ കൊണ്ടിട്ടാലും അവിടെ അവര് തുടരത്തില്ലെന്ന്. അവര് സ്തുതിച്ച് അതിനെ പൊട്ടിച്ചിരിക്കും. ഇന്ന് പകൽ ശത്രു നിന്നെ എവിടെങ്കിലുമൊക്കെ ഒതുക്കാൻ അവൻ എന്തെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ട, ആദരങ്ങളെ തുറന്ന് ഇന്ന് പകലിൽ രാജാതി രാജാവിനെ കർത്താവിനെ ഇന്ന് പകൽ സ്തുതിക്കുന്ന അടുത്ത നിമിഷങ്ങൾ തന്നെ നീ പോലും അറിയാതൊരു വലിയ ദൈവ പ്രവൃത്തി ഇന്ന് പകൽ നിന്റെ ഭവനത്തിന്റെ അകത്ത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ദൈവം ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ മഹത്വത്തെ തിരിച്ചറിഞ്ഞൊന്ന് സ്തുതിക്കാൻ തുടങ്ങി. യേശു ആരാണെന്നൊന്ന് തിരിച്ചറിഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ നീ കൊണ്ടുവന്ന വിഷയം തിരിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ ഇടയാകത്തില്ല. ഇന്ന് പകൽ തന്നെ ദൈവത്തിന്റെ വലിയ കരം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഞാൻ പ്രാരംഭ നിമിഷത്തിൽ ഈ പാട്ട് പാടിയപ്പോ തന്നെ പറഞ്ഞു, അവൻ നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാണ്. അത് എവിടാ ബ്രദറെ തുറക്കുന്നതെന്ന് ചോദിച്ചാൽ ഒത്തിരി സാധ്യതയുണ്ട്. ഇവിടെ ഇങ്ങനെ വഴി വെച്ചാൽ കൊള്ളാമെന്ന് പറയുന്നിടത്തല്ല, നിന്റെ മുമ്പിൽ ഒരു സാധ്യത ഇല്ലാതിരിക്കുമ്പോ വചനം പറയുന്നു, അവൻ മരുഭൂമിയിൽ വഴി ഒരുക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ അവൻ ചെങ്കടലിന്റെ നടുവിൽ വഴി ഒരുക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ അവൻ നമ്മുടെ കരുണയുള്ള കരത്താൽ താങ്ങുന്ന ദൈവമാണ്. അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ സന്തോഷത്തോടെ ആ നല്ല കർത്താവിനെ ഹല്ലേലൂയ, ആ നായകനായ കർത്താവ് നമുക്ക് മുമ്പിൽ നിൽക്കുക. വിശ്വസിക്കുന്ന പകലെ ഇന്ന് പകൽ വിശ്വസിച്ചാൽ നമ്മൾ ദൈവമഹത്വം കണ്ടിരിക്കും. നായകനാകുന്ന കർത്താവ് എന്റെ മുമ്പിൽ നിൽക്കുക. ഇന്ന് പകൽ അവൻ ശത്രു നിന്റെ ഏതെങ്കിലും വഴികളും വാതിലുകളും അടച്ചെങ്കിൽ അവൻ എന്റെ മുമ്പിൽ ഉള്ളത് കൊണ്ട് ഇന്ന് പകലിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നായകനവൻ നമുക്കു മുൻപിലാ നൽവഴികളെ ഒരുക്കിയിടുന്നവൻ. നായകനവൻ നമുക്കു മുൻപിലാ നൽവഴികളെ ഒരുക്കിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവനേശുവേ, നാടെങ്ങും ഘോഷിക്കും
നിൻ മഹാസ്നേഹത്തെ. ഓ നന്ദിയാൽ പാടും ഞാൻ നല്ലവനേശു, നാടെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് പരാതി പറയാതെ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് എത്ര നല്ലവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിന്നെ തകർക്കാൻ വന്നതുപോലെയുള്ള പല പ്രശ്നങ്ങളും നിന്റെ നേരെ വന്നിട്ടും തകർന്നു പോയോ? ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്നവൻ ഒരു പ്രതികൂലത്തിന്റെ നടുവിലും തകരത്തില്ല. അതിനകത്ത് ഞാൻ വേറൊരു വെളിപ്പാട് കൂടെ പറയാം. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവൻ താഴോട്ട് പോകും, അല്ല അവൻ മുകളിലോട്ട് പോകും. എനിക്ക് ഉദാഹരണം പറയാൻ വേറെ ആരും ഇല്ല. നോഹയും കുടുംബവും പെട്ടകത്തിനകത്തായിരുന്നു. വലിയ ജലപ്രളയം ഉണ്ടായി. പലരും തീരുമ്പം അവനും അതിനകത്ത് കിടന്ന് തീരുവല്ല, അവൻ ഉയർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് പകൽ എത്ര വലിയ പ്രതികൂലം നിന്നെ തകർക്കാൻ പാഞ്ഞൊഴുകി വന്നാലും നീ തകരത്തില്ല. ദൈവ വൈതലേ, നീ തകരത്തില്ല. അച്ഛാ, നീ തകരത്തില്ല. ആന്റി, നീ തകരത്തില്ല. ഇന്ന് പകലിൽ ഒരു പ്രശ്നത്തിനും എന്നെ മുക്കാൻ കഴിയത്തില്ല. ദൈവത്തോട് കൂടെ ഇരിക്കുന്നവൻ, ദൈവം കൂടെ ഇരിക്കുന്നവൻ എത്ര വലിയ പ്രതികൂലം വന്നാലും താഴോട്ട് പോവുകയല്ല. ഇന്ന് പകൽ ആർക്കും പിടിക്കാൻ കഴിയാത്ത ഉയരത്തിലേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഇതേ പ്രളയത്തിൽ ഒത്തിരി പേര് തീർന്നുകൊണ്ടിരിക്കുക. ഇതേ പ്രശ്നം നിന്റെ വീട്ടിൽ വന്നതുപോലെയുള്ള പ്രശ്നം നിന്റെ വീട്ടിൽ വന്നപ്പോൾ പലരും തീർന്നുകൊണ്ടിരിക്കുവാന്ന്. എന്നാൽ പ്രശ്നത്തിന് തെറ്റുപറ്റി. നിന്നെ തീർക്കാൻ പറ്റത്തില്ല കേട്ടോ. നീ വന്നത് എന്നെ തീർക്കാനല്ല. ഇന്ന് പകൽ യേശു എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം, കർത്താവ് എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഇന്ന് പകൽ ഞാൻ തീരുകയല്ല. ഇന്ന് പകൽ നിനക്ക് പോലും പിടിക്കാൻ കഴിയാത്ത ഉയരത്തിലേക്ക് ഞാൻ ഉയരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേ വെള്ളത്തിൽ പലരും തീർന്നുകൊണ്ടിരിക്കുവാന്ന്. ഇതേ വെള്ളത്തിൽ പലരും അവസാനിച്ചുകൊണ്ടിരിക്കുവാന്ന്. എന്ന പെട്ടകത്തിനകത്ത് നിൽക്കുന്ന നോഹ, ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന നീ, ആമേൻ, ആമേൻ, ഇതുപോലുള്ള വിഷയം നിന്റെ വീട്ടിനകത്തോട്ട് കയറി വന്ന, ആമേൻ, ഇതേ പ്രശ്നം പല വീട്ടിലും കയറി. എന്നാൽ പല വീടും തകർന്നു പോയത്, പലരും അവസാനിച്ചു പോയത്. എന്നാൽ ഇന്ന് പകലിൽ നീ ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന ദൈവ പൈതലാണെങ്കിൽ ഒരു പ്രശ്നത്തിനും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ആമേൻ, ആമേൻ. ഇത് നിന്റെ ഉയർച്ചയ്ക്കെന്ന് പറഞ്ഞ ഇന്ന് പകൽ ശത്രു തിന്മയ്ക്കായി ഒരുക്കിയ പലതും ഇന്ന് പകൽ എന്റെ ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം. അതുകൊണ്ട് പ്രശ്നം വന്നത് സിസ്റ്റർ വെറുതെ അല്ല, നിന്നെ ഉയർത്താനാ, നിന്നെ പൊക്കാനാണ്. ഇന്ന് പകൽ നോഹയോട് ചോദിച്ചാൽ നോഹ പറയും, ഇത് വന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ പർവ്വതത്തിനകത്ത് എനിക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു. എന്റെ കുടുംബത്തെയും കൊണ്ട്, എന്റെ പെട്ടകത്തെയും കൊണ്ട് ഞാൻ ഉയരത്തിലെത്തിയത് എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ മുമ്പിൽ ഒഴുകിയ ചിലതാ, എന്റെ മുമ്പിൽ പലതിനെ തകർത്ത ചിലതാ. ഇന്ന് പകലിൽ അവൻ ആത്മാവിൽ പിടിക്കാൻ കഴിയുന്നവർ അതരങ്ങളെ തുറന്ന് അതിനെ ഒന്ന് സ്വീകരിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ല. ആ നായകൻ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ. പലരെയും തകർത്ത പ്രശ്നത്തിന് നിന്നെ തകർക്കാൻ പറ്റത്തില്ല. പ്രശ്നത്തിന് തെറ്റുപറ്റി. ഇത് തന്നെ പൗലോസിന്റെ കയ്യിൽ അണലി പറ്റിപ്പിടിച്ചേ. പലരെയും ഒരു പക്ഷേ തീർത്ത് കാണും. പക്ഷേ പൗലോസിനോട് കളിക്കല്ല് കേട്ടോ, ദൈവമനുഷ്യനോട് കളിക്കല്ല് കേട്ടോ. പലരെയും അവസാനിപ്പിച്ചത് കൊണ്ട് തന്നെ ബർബരന്മാർ പറഞ്ഞ നീയും ഇപ്പം തീരുമെന്നില്ല. നീ ഇപ്പം തീരുവല്ല, നീ ഇപ്പം ചിലത് തുടങ്ങുകയാണ്. ഇന്ന് പകൽ നീ ഇപ്പോൾ അവസാനിക്കുകയല്ല, നീ ഇന്നിൽ ചിലത് ആരംഭിക്കാൻ പോവുകയാണ്. ആരുടെയൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, നിന്റെ ഭവനത്തെ തകർക്കാം. ആമേൻ, ആമേൻ. ശത്രു നിന്റെ കയ്യിൽ പറ്റിയെങ്കിൽ ഇന്ന് പകൽ അതും കൊണ്ട് നീ തീരുകയല്ല. ഇന്ന് പകൽ നീ ചിലത് ആരംഭിക്കുകയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല. നായകനവൻ നമുക്ക് മുൻപില നൽവഴികളെ ഒരുക്കിയിടുന്നവൻ. പാടിയേ. നായകനവൻ നമുക്ക് മുൻപില നൽവഴികളെ ഒരുക്കിയിടുന്ന. നന്ദി പറഞ്ഞ കർത്താവൻ. ഓ നന്ദിയാ പാടും ഞാൻ നല്ലവനേശുവേ, നാടെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹം. ഓ നന്ദിയാ പാടും ഞാൻ നല്ലവനേശുവേ, നാടെങ്ങും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. ഓ എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും
അനുഭവമുള്ള ഒരുപാട് പേര് ഇതിന്റെ നടുവിലുണ്ട്. ഓ എത്ര നല്ലവൻ എന്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്ത എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. ഓ എണ്ണിയാൽ നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഓ എണ്ണിയാൽ തീരാ നന്മകൾ എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. ഓ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്ത എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. കർത്താവ് നന്മയ്ക്കായി മാത്രമേ ചെയ്യത്തുള്ളൂ. യെസ്. പാട്ടുകാരൻ അതുകൊണ്ട് പാടി, നന്മയല്ലാതെ അവനൊന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. ശത്രു എന്തെങ്കിലും തിന്മയ്ക്കായി ഒരുക്കുന്നുണ്ടെങ്കിലും ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ദൈവം അതിനെ നന്മയ്ക്കാക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല കർത്താവിനെ കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിച്ച് ഹല്ലേലൂയ. സ്തുതികൾ ഉയരട്ടെ, സ്തുതികൾ ഉയരട്ടെ. നിർത്താതെ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വലിയ ദൈവ സാന്നിധ്യം ഇന്ന് നമ്മുടെ നടുവിൽ ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ അല്പസമയം സ്തുതിച്ച് ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ നടുവിൽ എഴുന്നള്ളി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തോടൊന്ന് പ്രതികരിച്ച് ഇന്നും ആ സാന്നിധ്യത്തെ ഒന്ന് വിളിച്ച്, കർത്താവ് എന്റെ അടുക്കലേക്ക് ആ സാന്നിധ്യം കൊണ്ടൊന്ന് നിറയ്ക്കണമേ. ഇതുവരെ ഞാൻ ആയിരുന്നത് പോലെയല്ല കർത്താവെ, അത് മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ ഇന്ന് പകലിലും ഈ ആലയത്തിന്റെ നടുവിൽ കടപ്പാൻ വയ്യാത്ത ദൈവ സാന്നിധ്യം ഇതിന്റെ നടുവിൽ ഒന്ന് നിറയ്ക്കണമേ. ആ മുഖത്തേക്ക് നോക്കി അല്പസമയം എല്ലാ അധരങ്ങളും സ്തുതികളാൽ ഉയരട്ടെ. എല്ലാ നാവിൽ നിന്നും കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കേ. ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ സ്തുതികളിൽ വസിക്കുന്നവനാണ്. ഇന്നും അഭിമാനത്തോടെ ഒന്ന് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇന്ന് എന്റെ യേശുവിനെ സ്തുതിക്കുന്നതാണ്, എന്റെ യേശുവിനെ ഉയർത്തുന്നതാണ്, എന്റെ യേശുവിനെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതാണ് എന്റെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യമെന്ന് വിശ്വാസത്തോടെ പറയാൻ കഴിയുന്നവരെ നോക്കി ഇന്ന് വചനം വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആമേൻ. സ്തുതികളാൽ കർത്താവിനെ ഒന്ന് ഉയർത്തിക്കേ. ഹല്ലേലൂയ. നാം വെറുതെ ഇവിടെ ഒരു കാഴ്ചക്കാരായിട്ട് വന്നതല്ല. ഇന്നും ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കാരണം ഇന്നും എന്റെയും നിങ്ങളുടെയും സ്തുതികളിൽ വസിക്കുന്ന ഒരു ദൈവം, നമ്മുടെ സ്തുതികളിൽ മേൽ വസിക്കുന്ന ഒരു ദൈവം, നാം ആരാധിച്ചപ്പോൾ ഇതിന്റെ നടുവിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം അത് വേറെ എങ്ങൊന്നും വന്നതല്ല. ഇന്ന് നമ്മുടെ സ്തുതികളിൽ ആ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും നമ്മളെ മാനിക്കാമെന്ന്, നമ്മെ കരുതാമെന്ന്, നമ്മെ സൂക്ഷിക്കാമെന്ന് പറഞ്ഞ യേശുവപ്പ ഇതിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുക. ഹല്ലേലൂയ. അവൻ നമുക്ക് രോഗക്കിടക്കയിൽ നല്ല സൗഖ്യദായകനായി വന്നിട്ടില്ലേ? നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്കൊരു അനുകൂല കരം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വിളിച്ചു പറയാം. ഇന്ന് യേശുവിന്റെ കരമല്ലാതെ, ഇന്ന് ഞാനും നിങ്ങളും സ്തുതിക്കുന്ന അപ്പന്റെ കരമല്ലാതെ, നാം വിശ്വസിച്ചവരും നാം പ്രതീക്ഷിച്ചവരും നമ്മുടെ കരങ്ങൾ പിടിക്കാതെ വന്നപ്പോൾ, നമ്മുടെ കൂടെ നിൽക്കാതെ വന്നപ്പോൾ, നമ്മുടെ കരത്തെ പിടിച്ച് നമ്മുടെ കൂടെ നിന്ന് ഇന്നും നമ്മെ മാർവോട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നസ്രയനല്ലാതെ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമല്ലാതെ വേറെ ഒരുവനുമില്ലെന്ന് വിളിച്ചു പറ. ഇന്നും ഈ നല്ല കർത്താവിനെ സ്തുതിക്കുന്നത് എന്റെ ജീവിതത്തിൽ എത്ര ഹല്ലേലൂയ അഭിമാനമാണെന്ന് പറയാൻ കഴിയുന്നവ എത്ര പേരുണ്ട് ഇവിടെ? ഇന്നും ദൂതന്മാരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ ദൂതന്മാരുടെ ശക്തി ഇതിന്റെ നടുവിലുണ്ട്. യേശു നമ്മുടെ നടുവിലുണ്ട്. വിശ്വാസത്തോടെ പറ, എന്റെ അരികത്ത്, എന്റെ അരികത്ത്, എന്റെ പ്രശ്നങ്ങളുടെ മുൻപിലല്ല, എന്റെ പ്രശ്നങ്ങളുടെ മുൻപിൽ മാത്രമല്ല, എന്റെ അരികത്ത് ഒരുവൻ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇപ്രകാരമാണ്, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം
അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഇന്ന് അയച്ച ഒരുവൻ ഇന്ന് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുവാൻ, ഇന്ന് സ്തുതി എന്ന മേലാടയാൽ നമ്മെ നിറയ്ക്കുന്ന ഒരു ദൈവം ഇതിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചേ. എന്റെ രോഗ കിടക്കയാതിൽ എന്റെ സൗഖ്യ പ്രദായകനെ, എന്റെ പാപ സംഹാരകനെ, എന്റെ സർവവും നീ മാത്രമേ. എന്റെ രോഗ കിടക്കയാതിൽ എന്റെ സൗഖ്യ പ്രദായകനെ, വിളിച്ച എന്റെ പാപം, എന്റെ പാപ സംഹാരകനെ, എന്റെ സർവവും നീ മാത്രമേ. അങ്ങനെയാണെങ്കിൽ നാം ആ കർത്താവിനെ ഒരുമിച്ച് പാടി സ്തുതിക്കാൻ പോകുകയാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഇന്ന് നമ്മുടെ സർവമഹത്വവും പുകഴ്ചയും യേശുവിന് കൊടുത്തുകൊണ്ട് ഇന്ന് ആരാധനയിൽ വസിക്കുന്ന ദൈവം, സ്തുതികളിൽ വസിക്കുന്ന ദൈവം, ഇന്നും നമ്മുടെ നടുവിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, ഏകാഗ്ര ഹൃദയത്തോടെ ഇന്നും ആ നല്ല മഹത്വത്തെ ചേർന്ന് പാടി സ്തുതിക്കുമ്പോൾ ഇന്ന് എന്നോട് കർത്താവ് പറയുന്നു, ഇതിന്റെ നടുവിൽ ദൂതന്മാർ ചില അത്ഭുതങ്ങൾ ചെയ്യുവാനായി ഊരി പിടിച്ച വാളുമായി ഇതിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നു. ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനെ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം. പറഞ്ഞേ, ആരാധ്യനേ, ആരാധ്യനേ, സമാരാധ്യനേ, ആരിലും ഉന്നതനായവനെ, ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം. പറഞ്ഞ എന്റെ രോഗം, എന്റെ രോഗ കിടക്കയാതിൽ എന്റെ സൗഖ്യ പ്രദായകനെ, എന്റെ പാപ സംഹാരകനെ, എന്റെ സർവവും നീ മാത്രമേ. ചേർന്ന് പഠിക്ക. എന്റെ രോഗം, എന്റെ രോഗ കിടക്കയാതിൽ എന്റെ സൗഖ്യ പ്രദായകനെ, എന്റെ പാപ സംഹാരകനെ, എന്റെ സർവവും, എന്റെ സർവവും നീ മാത്രമേ. ചേർന്ന് പാടിക്കെ. ആരാധന ഉയർത്തിക്കെ. ഓ ആരാധ്യനേ, ആരാധ്യനേ, ആരിലും ഉന്നതനായവനെ, ഓ ആരാധിക്കുന്നു ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം. എന്റെ വേദനയിൽ, എന്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സ്വാന്തനം എന്നുമെന്നും. എന്റെ രക്ഷകൻ, എന്റെ രക്ഷകനാമേശുവേ, എന്റെ സങ്കേതം നീ മാത്രമേ. പറഞ്ഞ എന്റെ വേദനയിൽ, എന്റെ വേദനയിൽ ആശ്വാസം, നിന്റെ സ്വാന്തനം എന്നുമെന്നും. എന്റെ രക്ഷകനെ, എന്റെ രക്ഷകനാ യേശുവേ, എന്റെ സങ്കേതം നീ മാത്രമേ. ചേർന്ന് പാടിക്കെ. ആരാധന, ഓ ആരാധന. എല്ലാവരും ചേർന്ന് ഇന്ന് ആദരം തുറന്ന് ആരാധന ഒന്ന് സ്തുതിച്ച്. ആരിലും ഉന്നതനായവനെ, ആരാധിക്കുന്നു
ആയുസ്സിൻ നാളുകളെല്ലാം ചേർന്ന് ആരാധനെ മഹത്വത്തോടെ ആ നല്ല യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് ആരാധിച്ച് നമ്മുടെ അവസ്ഥകളെ നോക്കാതെ, നമ്മുടെ സാഹചര്യങ്ങളെ നോക്കാതെ, ഇന്ന് നമ്മെ കരുതുവാൻ ശക്തനായ ദൈവം, അവൻ മുഖാന്തരം നാം സകലത്തിനും മതിയായവരാണെങ്കിൽ ഇന്ന് മടി കൂടാതെ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിന് ആരാധന. ആരാധ്യനേ സമാരാധ്യനേ ആരിലും ആയവനെ ആരാധിക്കുന്നിത നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം നിസ്തുല്യ സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിസ്തുല്യമായ സ്നേഹം നിസ്തുല്യ സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിന്മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ വിൺമഹിമ വെടിഞ്ഞു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പറഞ്ഞു ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ഓ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മണ്ണിൽ. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മണ്ണിൽ. പറഞ്ഞേ ആമയം മാറിയും ആനന്ദമേറിയും വാഴുന്നു നീതി അന്യേ. ആമയം മാറിയും പറ ആമയം മാറിയും ആനന്ദമേറിയും വാഴുന്നു നീതി അന്യേ. ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ചേർന്ന് യേശുവേ നിന്റെ പാദം ഞങ്ങൾ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം. അത് പറയുന്നവർ ഇന്ന് യേശുവിന്റെ പാദത്തെ ഞങ്ങൾ കുമ്പിടുന്നു, ആ പാദത്തെ ഞങ്ങൾ ചുംബിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ നടുവിൽ വലിയവനായി, ഞങ്ങളുടെ നടുവിൽ ഒരു രക്ഷയായി, ഞങ്ങളുടെ നടുവിൽ ഒരു മഹത്വമായി ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം വിവേകത്തിൽ അല്ല, ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിലല്ല, ഇന്ന് പൂർണ്ണ ഹൃദയം കൊടുത്ത് യേശുവിന് ആരാധന. ഓ ജീസസ് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ഇന്നും ആ സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഇന്നും ഈ താണഭൂമിയിൽ ഇറങ്ങി വന്ന് എന്നെ നിങ്ങളെ വിടുവിച്ച, എന്നെ നിങ്ങളെയും കരുതിയ, നമ്മുടെ പാപങ്ങളെ ചുമന്ന് ഒരുവൻ കാൽവറിയിൽ യാഗമായത് ഇന്നും നമ്മെ വീണ്ടെടുക്കാനാണെന്ന്, ഇന്നും നമ്മെ സൂക്ഷിപ്പാനാണെന്ന്, നമ്മുടെ പാപങ്ങളെ മുഴുവനും അവൻ കഴുകി ഇന്നും സ്വന്തം രക്തത്താൽ, കുഞ്ഞാടിന്റെ രക്തത്താൽ, അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുത്തുകൊണ്ട് ഇന്നും അവൻ നമ്മെ കരുതിയതും സൂക്ഷിച്ചതും ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് ഒരു മഹത്വമായി സ്വർഗം നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന വിധങ്ങളോർത്ത ഓ നന്ദിയോടെ
നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. എത്ര സ്തുതിച്ചാലും മതി വരാത്ത ഈ നാമത്തെ, എത്ര പാടിയാലും മതി വരാത്ത ഈ നാമത്തെ, ഇന്നും സമയ ക്രമീകരണങ്ങൾ ഇല്ലാതെ അവന്റെ നാമത്തെ ഉയർത്താൻ നമുക്ക് കൃപ ലഭിച്ചതും, ഇന്നും ഈ ആലയം നമുക്ക് വേണ്ടി അവൻ ഒരുക്കിയതും, നമ്മെ വീണ്ടെടുത്തതുമെല്ലാം യേശുവിന്റെ ഉദ്ദേശം നമ്മുടെ നാവിലൂടെ സ്തുതികൾ ഉയരാനാ. ഇന്നും നമ്മെ വീണ്ടെടുത്തവന്റെ പ്രത്യാശ നമ്മെ കരുതുവാൻ, നമ്മെ സൂക്ഷിപ്പാൻ, അന്ത്യം വരെയും നമ്മെ ചുമക്കാമെന്ന് പറഞ്ഞ യേശു, നമ്മെ നരയോളം അവൻ ചുമക്കാമെന്ന് പറഞ്ഞില്ലേ? ഇന്ന് നിത്യതയോളം നമ്മെ കൈപിടിച്ച് ഉയർത്താമെന്ന് പറഞ്ഞില്ലേ? ഇന്നും ആ യേശുവിനെ സ്തുതിക്കാതെ ഇവിടെ ഇരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്നും ആ യേശുവിനെ ഉയർത്താതെ, ആ നാമത്തെ ഉയർത്താതെ, ആ അത്ഭുത നാമത്തെ, അതിശയകരമായ നാമത്തെ, ആശ്ചര്യമെന്ന് തോന്നുന്ന ഒരേ ഒരു നാമം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ അത് ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നു, ഈ നാമത്തിന് തുല്യമായ വേറൊരു നാമമില്ല, ഈ നാമത്തിന് പകരം പറയാൻ വേറൊരു നാമമില്ല. കാരണം അവൻ ഉന്നതനാണ്, അവൻ ഉയർന്നിരിക്കുന്നവനാണ്, അവൻ ശാശ്വതവാസിയാണ്, അവൻ പരിശുദ്ധനെന്ന് നാമമുള്ള സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യം ഇന്നും ഈ ആലയത്തിൽ ചലിക്കുന്ന വിധങ്ങളോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. നമ്മുടെ സ്തുതികൾക്ക് പരിധികൾ വെക്കരുത് കേട്ടോ, നമ്മുടെ ആരാധനയ്ക്ക് പരിധികൾ വെക്കരുത്. ഹല്ലേലൂയ. ഇന്നും ആ പരിധിയെ പൊട്ടിച്ചുകൊണ്ട്, ഇന്നും ആ പരിധിയെ തകർത്തുകൊണ്ട് ഒരു ദൈവിക അഭിഷേകത്തെ മറികടന്ന് പോകാൻ ഇന്നും സ്വർഗം നിന്റെ കൂടെയുണ്ട്. അതൊന്ന് അനുഭവിച്ചവർ മാത്രം, അത് അനുഭവിച്ചവർ മാത്രം യേശുവിനെ സ്തുതിച്ച്. ഹോളി സ്പിരിറ്റ്. ആമേൻ. നമുക്കറിയാം, സഖറിയാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 2-ാം അധ്യായത്തിൽ, ആമേൻ, സഖറിയാവിനോട് ഇടപെട്ട ദൂതൻ ഇപ്രകാരം ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. ആമേൻ, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ചു, യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുന്നു എന്ന് പറയുക. ആമേൻ. അവിടെ കൊണ്ട് തീർന്നില്ല. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും. ആമേൻ. ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായും എന്ന് യഹോവ അരുളി ചെയ്തു. ആമേൻ. ഇന്ന് തകർന്നു കിടക്കുന്ന ചിലരെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ചുറ്റുമുള്ള മതിൽ തകർന്നു കിടക്കുകയാണെങ്കിൽ യഹോവ അരുളി ചെയ്യുന്നു, അവൻ അതിന് ചുറ്റും തീ മതിലായി നിന്ന് നിന്നെ സംരക്ഷിപ്പാൻ, നിന്നെ കരുതാൻ, നിന്നെ നിലനിർത്തുവാൻ സ്വർഗം നിന്റെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്ക. അവൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. എന്നാൽ അവിടെയൊന്നുമല്ല, കർത്താവ് എന്നെ സ്പർശിച്ച ഒരു വചനം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്നോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ നിന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കണ്ണിൻ മണിയെ തൊടുമെന്ന് വചനം വിളിച്ചു പറയുന്നു. ഇന്ന് നിന്നെ തൊടുന്നവൻ, ഇന്ന് എന്നെ നിങ്ങളെ തൊടുന്നവർ, ഹല്ലേലൂയ, നമ്മയല്ല തൊടുന്നത്, യേശുവിന്റെ കണ്ണിൻ മണിയെ തൊടുന്നു. അതുകൊണ്ട് നമ്മെ സൂക്ഷിപ്പാൻ ആ യേശു വിശ്വസ്തനാണ്. അവൻ നമ്മെ കരുതുവാൻ, നമ്മെ പരിപാലിക്കാൻ, വിശ്വസനെന്ന് എണ്ണുവാൻ ഒരേ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുവാ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞേ, നിന്നെ തൊടുന്നവനോ നിന്നെ അല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. സർവശക്തൻ എഴുന്നേൽക്കുന്നു നിനക്കായി, പുക പോലെ ചിതറുന്നു വൈരികളും. ഓ സർവശക്തൻ എഴുന്നേൽ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് ആ വരികളിൽ വിശ്വാസമുണ്ട്? സർവശക്തൻ എഴുന്നേൽക്കുന്നു എനിക്കായി, പുക പോലെ ചിതറുന്നു വൈരികളും. അതുകൊണ്ട് ഇതു സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാ. അങ്ങനെയാണെങ്കിൽ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് ആ കർത്താവിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ട് ഇന്നും ആ പൂർണ്ണ ഹൃദയത്തോടെ ജനം ചേർന്ന് കരങ്ങളെ തട്ടി യേശുവിന് മഹത്വം കൊടുത്തുകൊണ്ട് ചേർന്ന് അവനെ ആരാധിച്ച് എല്ലാവരും
അതരം തുറന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ ഓ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമുക്ക് ചുറ്റും തീമതിലായി, അവൻ നമുക്ക് ചുറ്റും അഗ്നി തൂണായി. ഇന്നും അവന്റെ സാന്നിധ്യം നമ്മെ പൊതിഞ്ഞ് സൂക്ഷിച്ച ആ നല്ല കൃപകളോർത്ത് കരങ്ങളെ തട്ടി യേശുവേ ശകരാരധനാധുരമരവൈടാരകനെ. ഓ യേശുവിൻ സേനകൾ നാം ജയം നമുക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയ മക്കൾ നാമല്ലോ ജയം നമുക്കും. പറഞ്ഞേ യേശുവിൻ സേനകൾ, യേശുവിൻ സേനകൾ നാം ജയം നമുക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയ മക്കൾ നാമല്ലോ ജയം നമുക്കുണ്ടല്ലോ. നിന്നെ തൊടുന്നവൻ, നിന്നെ തൊടുന്നവരോ നിന്നെ അല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. നിന്നെ തൊടുന്നവരോ നിന്നെ അല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. സർവശക്തൻ എഴുന്നേൽക്കുന്നു നിനക്കായി, പുക പോലെ ചിതറുന്നു. പറഞ്ഞേ സർവശക്തനെ, സർവശക്തൻ എഴുന്നേൽക്കുന്നു നിനക്കായി, പുക പോലെ ചിതറുന്നു. ഇത് സൈന്യത്താലല്ല, ഇത് സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മാ ശമരാധനവൈടെ. ഇത് സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മാ. പറഞ്ഞേ ഇത് സൈന്യത്താലല്ല, ഇത് സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. യേശുവിനോ സേനകൾ നാം സഭ ചേർന്ന് ജനം ചേർന്ന് യേശുവിൻ പ്രിയ മക്കൾ നാമല്ലോ ജയം നമുക്കുണ്ടല്ലോ. ആശയ്ക്ക് വകയില്ല, ആശയ്ക്ക് വകയില്ല എന്നു നിനക്കേണ്ട, നിന്നെ മെനഞ്ഞവൻ നിനക്കൊണ്ടു കൂടെ. ആശയ്ക്ക് വകയില്ല എന്നു നിനക്കേ. ഇന്ന് ഞങ്ങളെ ഈ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി കർത്താവ് പറയുന്നു, ഇന്നും ആശയ്ക്ക് വകയില്ലെന്ന് കരുതാതെ എന്നെ കരുതുന്ന ഒരുവൻ, എന്നെ സൂക്ഷിക്കുന്ന ഒരുവൻ എന്റെ കൂടെയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ് ഇന്നും അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തി. ഓ ആശയ്ക്കു വകയില്ല എന്നു നിനക്കേണ്ട, നിന്നെ മെനഞ്ഞവൻ നിനക്കൊണ്ടുകൂടെ. ആശയ്ക്കു വകയില്ല എന്നു നിനക്കേണ്ട, അവൻ നിനക്കൊണ്ടുകൂടെ. സൃഷ്ടിക്കും അവൻ കുറവായുള്ളതെല്ലാം, ഏൽപ്പിക്കും സകലത്തെയും. ഓ സൃഷ്ടിക്കും അവൻ കുറവായി. ചേർന്ന് ശക്തിയോടെ സകലത്തെയും. ഇതു സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ പറഞ്ഞേ ശക്തിയാലല്ല. ഇത് സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മാ. കഷ്ടതയുണ്ടത്, കഷ്ടതയുണ്ടതു സ്ഥിരമല്ലെന്നറിയ, നൊടി നേരം കൊണ്ടതു നീക്കിടുമല്ലോ. കഷ്ടതയുണ്ടതു സ്ഥിരമല്ലെന്നറിയ, നൊടി നേരം കൊണ്ടതു നീക്കിടും. പരിഹാരം, പരിഹാരമുണ്ടല്ല. ശകനേരകനാദരവൈടാരകന. ഓ പരിഹാരമുണ്ടല്ല ശോധനകൾക്കും, സർവശക്തൻ എനിക്കരികിലുണ്ട്. ഇതു സൈന്യത്താലേ അല്ല, ശക്തി. സമചേർന്ന് ശക്തിയോടെ കരങ്ങളെ തട്ടി യേശുവിന് മഹത്വം കൊടുത്തുകൊണ്ട്, ഇത് സൈന്യത്താലേ ശകനാദരവൈടാരകന, ദൈവത്തിന്റെ ആത്മാശക്തി. യേശുവിൻ, യേശുവിൻ സേനകൾ നാം. ഓ ജയമുള്ളവർ മാത്രം, ജയം അനുഭവിക്കുന്നവർ മാത്രം, ജയം ആഗ്രഹിക്കുന്നവർ മാത്രം ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ വിളിച്ചു പറ, യേശുവിന്റെ കൂടെയുള്ളത് കൊണ്ട് എനിക്ക് ജയമുണ്ട്. ശകരാരകനാദരവൈടാരകന. ഓ യേശുവിൻ പ്രിയ മക്കൾ നാമല്ലോ ജയം നമുക്കുണ്ടല്ലോ. ആശയ്ക്ക് വകയുണ്ട്, ആശയ്ക്ക് വകയുണ്ട്. നിനക്കേണ്ട, നിന്നെ മെനഞ്ഞവൻ നിനക്കൊണ്ടുകൂടെ. ആശയ്ക്ക് വകയില്ല എന്നു നിനക്കേണ്ട, നിന്നെ മെനഞ്ഞവൻ നിനക്കൊണ്ടുകൂടെ. സൃഷ്ടിക്കും അവൻ കുറവായുള്ള. ഏൽപ്പിച്ച് അവന്റെ കരത്തിലൊന്ന് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞേ, ഇത് എന്നെ കരുതാൻ, എന്നെ പുലർത്താൻ, എന്നെ പരിപാലിക്കാൻ എന്റെ നസ്രയനായ യേശുവപ്പ എന്റെ കൂടെയുണ്ട്.
ഇത് സൈന്യത്താലെ അല്ല ശക്തിയാ ശമനാദര വൈഡാരകന ഇവരം ചുട വൈഡാരകനാരകനാരകനെ സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല ദൈവത്തിന്റെ ആത്മാ പറഞ്ഞ നിന്നെ തൊടുന്നവൻ നിന്നെ തൊടുന്നവനോ നിന്നെ അല്ല ദൈവത്തിൻ കൺ എന്നെ തൊടുന്നവൻ പറഞ്ഞ എന്നെ തൊടുന്നവനോ എന്നെ അല്ല ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു സൃഷ്ടിക്കും അവൻ കൂറ ശകനാരകനാതുട വൈഡാരകന സർവശക്തനെ സർവശക്തൻ എഴുന്നേൽക്കുന്നു നിനക്കാൻ പുക പോലെ അതുകൊണ്ട് ചേർന്ന് യേശുവേ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എല്ലാവരും ചേർന്ന് യേശുവിന് മഹത്വം കൊടുത്തുകൊണ്ട് വലിയ ദൈവശക്തി ഇതിന്റെ നടുവിൽ ദൂതന്മാർ ഇറങ്ങുകയാണ് ശമനാധര വൈഡാരകന ചുടരം ധര വൈഡേരകനെ നീയല്ലോ രാജാവേ വാഴണമേ ഇനി ഞാനല്ല യേശുവേ യേശുവേ വാഴണമേ ഇനി ഞാനല്ല ശമനാധര വൈഡാരകനെ രാജാവേ വാഴണമേ ഇനി ഞാനല്ല നീയല്ലോ എഴുന്നള്ളും യേശു രാജാവാ പ്രത്യാശയോടെ ചെയ്തിടുവാ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ സാത്താൻ വിളിച്ചു പറ എന്റെ യേശു എഴുന്നള്ളുന്നു എഴുന്നള്ളും യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ അവന്റെ തലയെ തകർത്തുകൊണ്ട് യേശുവേ ശരണാരകനാ ചുടരാ നരവൈഡാരകനാ രാജാവേ ഇനി ഞാനല്ല എന്നിൽ യേശുവേ യേശുവേ വന്നു വാഴണമേ മഹത്വത്തോടെ യേശുവിന് മഹത്വം കൊടുത്തുകൊണ്ട് ശമനാദര രാജാവേ ആ മഹത്വത്തിലേക്കൊന്ന് കയറിക്കേ ആ മഹത്വത്തിലേക്കൊന്ന് കയറിക്കേ പുതുഭാഷകളിൽ യേശുവിനെ ഉയർത്തിക്കേ പുതുഭാഷകളിൽ അവനോട് സംസാരിച്ച് നമ്മുടെ ആവശ്യം ശത്രു കേൾക്കാതെ എന്ന് യേശുവിന്റെ മുഖം നോക്കി അവനോടൊന്ന് വിളിച്ചു പറ ശമനാരകനാരകനാരകരം ചുടവൈഡാരകനെ അതരം ചുടരം ധാരകനാരകനാരകന നവരം ശമനം ധാരകന അതരം ചുടരം ധേരകനെ ദീവ ശമനാരകന ദിവരം ചുടവൈഡാരകന അതരാധര വൈഡവരം ശേ ദീവ ശമനാരതുരെ ദിവരം ചുടരം ധാരകന യെസ് കം ഓൺ എല്ലാവരും പുതുഭാഷകളിൽ യേശുവിനെ ഉയർത്ത ആ മഹത്വം നിറഞ്ഞു നിൽക്കുകയാ ആ തേജസ് നിറഞ്ഞു നിൽക്കുകയാ അത് കണ്ടില്ലെന്ന് നടിക്കാതെ ഇന്ന് മഹത്വത്തോട് യേശുവിന്റെ നാമത്തെ ഉയർത്തിക്കേ ഇന്ന് രോഗങ്ങളെ നോക്കണ്ട പ്രതികൂലങ്ങളെ നോക്കണ്ട പ്രശ്നങ്ങളെ നോക്കണ്ട യേശുവിന്റെ മുഖം നോക്ക എന്നാൽ ഇതിനെല്ലാം പരിഹാരമുണ്ട് ശേരാമാനകന വിവരം ചുടരം ധാരകനെ അതരാധര വൈഡാരകന വിവരം ശമനം ധാരകനെ ദീപാന ശമന ദീപാനാരകന അതരാരകന രകന വിവരം ചുടരം ധാരകനെ വിവരം ശമനം ശക്തിയോടെ യേശുവിൻ ആരാധന ശേരാമാനാക ശമന വിവരം ചുടരം ധാരക ശക്തിയോടെ സ്തുതിച്ച് നാവ് തുറന്ന് സ്തുതിച്ച് അതരത്തിൽ നിന്ന് ശബ്ദങ്ങളെ ഉയർത്തി ശേരാമാരകനാരകന വിവരം ചുടരം ധാരകനെ ശേരാമാരാക ശേവേരേ ദീവ ശമനാരകനാരകന വിവരം ചുടരം ധാരകന അതരം ചുടരം ധാരകനെ കരങ്ങളെ തട്ടി യേശുവേ ശമനാദര വൈഡാരകന വിവരം ചുടരം ധാരകനെ ശാമാരകനാരകന വിവരം ചുടരം ധാരകനെ അതരം ശമനം ധാരകന വിവരം ശാമാരാധേരെ യേശുവിന്റെ മുഖം നോക്കി ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെ അവൻ സ്വാധിപ്പിച്ചു തരുന്ന ദൈവമാണ് അഭിഷേകത്താൽ നമ്മെ നിറയ്ക്കുന്ന ദൈവമാണ് നിന്റെ ശുശ്രൂഷകൾക്ക് ഒരു മാറ്റം വരുന്ന ദിനമാണ് നിന്റെ ശുശ്രൂഷയിൽ ദൈവം നിന്നെ ഉയർത്തുന്ന ദിവസമാണ് കരങ്ങളെ തട്ടി യേശുവേ ശക്തിയോടെ ശമനാരകനം ചുടരം ധാരകനെ
Vivasera mama ധരാരകൾ കമന. Vivasera mama വിമാനധാരകൾ കമനവൈഡം സമാനവൈഡ പ്രഭതുരി. Rapsas Mahania, Rimsas Mekania, Ralka Manam Shesmeri, Ralka Manabosas Mariadana, Rimana Danaval Kamanavidam Shamana Vaida Pramaturi, Artanaraga than a Vaida Pramana, Rimanam Shera Manadora Managa Shamana, Riva Shera Managaragal Kamanavide. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Jesus. Thank you, Lord. We worship you. We worship you. We worship you, Lord.